നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും നാളും ഇവളുടെ തന്നിഷ്ടം ഞാൻ ക്ഷമിച്ചു. ഇനി എനിക്കതിനാവില്ല. പ്രതാപേട്ട, അവസാനമായി ഒരു പ്രാവശ്യം കൂടെ ഏട്ടനും ഋതുവിനോട് ക്ഷമിച്ചൂടെ? പോലീസുകാർ പുറപ്പെട്ടിട്ടുണ്ട്. അവരുടനെ ഇവിടെ എത്തും. അവരെത്തുമ്പോ ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കണോ? ഇവിടെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി തിരിച്ചയക്കണോ? ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഞാനായിട്ട് കോമാളി വേഷം കെട്ടിക്കണം? വേണ്ട സാർ. പോലീസുകാരുടെ മുമ്പില് സാറ് നാണം കിടണ്ട. അവരെ കോമാളിയാക്കാൻ വേണ്ട. പോലീസ് വരുമ്പോ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രതി വേണം. അത്രയല്ലുള്ളൂ. അത് പ്രതിക മാഡം തന്നെ ആവണമെന്നില്ലല്ലോ. രാജു, നീ എന്തൊക്കെയായി പറയുന്നേ? കുറ്റം ഞാൻ ഏറ്റെടുക്കാം സാർ. കാർ ഓടിച്ചിരുന്നത് ഞാനാണ്. ഞാൻ കാരണോ അയാൾക്ക് അപകടം സംഭവിച്ചത്. രാജു, ദൈവത്തെ ഓർത്ത് സാർ ഇതിന് തടസ്സം പറയരുത്. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചു? പോലീസ് വരുമ്പോ ഞാൻ കൂടെ പൊക്കോളാം സാർ. ത്യാഗമാണോ ഇത്? ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതിന്റെ നന്ദിയാണ് സാർ. ഒത്തിരി സഹായങ്ങൾ സാർ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് പകരം എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യണ്ടേ സാർ? ഇല്ല രാജു, ഞാനതിന് സമ്മതിക്കില്ല. എനിക്ക് പകരം രാജു ഈ കുറ്റം ഏറ്റെടുക്കേണ്ടതില്ല. ഞാൻ മാഡം, പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. മാഡം ഒന്ന് സമാധാനിക്കണം. ഇത് എന്റെ കടമയാണ്. ഈ ഒരു അവസരത്തില് ഞാൻ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലെ ജോലിക്കാരനായിട്ട് കഴിയാൻ ഞാൻ അർഹനല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയ ത്യാഗമൊന്നുമല്ല, എന്റെ ഉത്തരവാദിത്വ. അത് ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്നു. ഈ അവസരം എനിക്ക് നിഷേധിക്കരുത് സാർ. പോലീസ് വരുന്നതിന് മുമ്പ് നീ എനിക്ക് വിലം കിട്ടും അല്ലേ രാജു? എനിക്ക് സാറിനോട് ഒരു അപേക്ഷയുണ്ട്. എന്നെ ജാമ്യത്തിലിറക്കാൻ സാറ് ശ്രമിക്കരുത്. സാർ ഈ കേസിൽ ഇടപെട്ടു എന്നറിഞ്ഞ മീഡിയ അത് ആഘോഷിക്കും. പ്രതിപക്ഷവും സാറിന്റെ ശത്രുക്കളും അത് സാറിനെതിരെയുള്ള ആയുധമാക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.